ഇന്ന് നമുക്ക് ജൂനിയർ എന്ന ഫീൽ ഗുഡ് കന്നഡ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ 45 വയസ്സിൽ ഒരു ഗ്രാമത്തിലെ ഒരു സ്ത്രീ ഗർഭിണിയാവുകയാണ്. അവർക്ക് ഗ്രാമത്തിൽ നിന്നും ഒരുപാട് കുത്തുവാക്കുകളും കളിയാക്കലുകളും കേൾക്കേണ്ടി വന്നു. ഒടുവിൽ അവർ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ പ്രസവത്തോടെ ആ സ്ത്രീ മരണപ്പെട്ടു. അതോടെ അച്ഛൻ അവനെ വളർത്തും. അതും സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. ഒരു പെൺകുട്ടിയെ പോലെയാണ് വളർത്തുവാനായിട്ട് അച്ഛൻ ശ്രമിച്ചതും. എന്നാൽ ആ പയ്യൻ വളർന്നു വലുതായപ്പോഴോ അച്ഛനെ വിട്ടു പോകുവാനായും ആഗ്രഹിച്ചു. അച്ഛനെ ഒറ്റയ്ക്കാക്കി അവൻ സിറ്റിയിലേക്കും എത്തി. അതോടെ അച്ഛനും ഒറ്റയ്ക്കായി പോവുകയാണ്. സിറ്റിയിലെ കമ്പനിയിൽ അവൻ ഇന്റേൺഷിപ്പിന് എത്തിയപ്പോൾ അവിടേക്കും അച്ഛൻ എത്തുന്നുണ്ട്. അതോടുകൂടി അവന് വീണ്ടും കൺട്രോൾ ചെയ്യപ്പെട്ടു. എന്തിനായിരിക്കും അച്ഛൻ അവനെ ഇങ്ങനെ പെണ്ണാക്കി വളർത്തുവാനായും ആഗ്രഹിച്ചത്? അച്ഛൻ അവനെ കൺട്രോൾ ചെയ്യുന്നതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. എന്തായിരിക്കാം അത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന ഒരു സ്ത്രീയെ കാണിക്കുകയാണ്. അവർ തളർന്നു വീഴുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർ പ്രഗ്നന്റ് ആണ്. 45 വയസ്സായ അവർ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും അവരെ കളിയാക്കുവാനായും തുടങ്ങി. അതെല്ലാം സഹിച്ച് ജീവിച്ച് അവരത് താങ്ങാനാകാതെ നാട് വിട്ടു പോകുവാനായും തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ബസ്സിൽ വെച്ച് ആ അമ്മയ്ക്ക് പ്രസവ വേദന വന്നു. ബസ്സിലേക്ക് എത്തിയ ഡോക്ടറാണെങ്കിലോ അമ്മയ്ക്ക് പ്രസവം എടുക്കുകയുണ്ടായി. അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. കുഞ്ഞിനെ സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ കയ്യിൽ ഏറ്റുവാങ്ങിയത്. പക്ഷേ അമ്മ മരിച്ചുപോയി. അതിനുശേഷം നായകനായ അഭിയെയാണ് കാണിക്കുന്നതും. ബസ്സിൽ ജനിച്ച കുഞ്ഞാണ് ഇപ്പോൾ വളർന്നു വലുതായിരിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന അഭിക്ക് എന്തൊക്കെ പറഞ്ഞാലും വലിയ സന്തോഷമൊന്നുമില്ല. കാരണം അമ്മ മരിച്ചതിൽ പിന്നെ അഭിയെ വളർത്തിയത് അച്ഛനാണ്. അച്ഛൻ പറയുന്നതിനപ്പുറം അവന് പോകാനാകില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴും അച്ഛൻ ക്ലാസ്സിന് പുറത്ത് വന്നിരിക്കും. ക്രിക്കറ്റ് കളിച്ചാൽ ബോൾ ദേഹത്ത് കൊള്ളുമെന്ന് പേടിച്ച് അച്ഛനാണെങ്കിലോ അവന് പെൺകുട്ടികളോടൊപ്പമാണ് കളിക്കാൻ പറഞ്ഞു വിടുന്നതും. അത് പോട്ടെ എന്ന് വെക്കാം. എന്നാൽ ഒരു പെണ്ണിനെ അവൻ ഇഷ്ടമായാലോ ആ പെണ്ണിനെ കൊണ്ട് അവന് രാഖി കെട്ടിക്കും. അമ്മ ഇല്ലാത്തത് കൊണ്ട് അച്ഛന്റെ സ്നേഹം അവന് ചിലപ്പോൾ വീർപ്പുമുട്ടലാണ്. അഭി ലേറ്റായി ജനിച്ചതുകൊണ്ട് അച്ഛന് നല്ല പ്രായം തോന്നിക്കും. അതുകൊണ്ട് പണ്ട് മുതലേ പിള്ളേരവനെ കളിയാക്കുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെ വിട്ട് ദൂരെ പോകണമെന്ന് ചിന്തിച്ച അഭി നന്നായി പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങി സിറ്റിയിലെ കോളേജിലേക്കും എത്തി. വന്ന ഉടനെ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ അവൻ കണ്ടെത്തി. പിന്നെ സിറ്റി ലുക്കിലേക്കും അവൻ മാറി. സിനിമയ്ക്ക് പോകുന്നു, കറങ്ങാൻ പോകുന്നു. മാത്രമല്ല ഇത്രയും നാളായിട്ട് അച്ഛൻ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവൻ ബസ്സിൽ കയറിയിട്ടേയില്ല. കൂട്ടുകാർ ബസ്സിൽ കയറാൻ വിളിച്ചപ്പോൾ ഉടനെ കയറുന്നതിന് ഒരു ത്രില്ലില്ല എന്ന് പറഞ്ഞ് ഓടുന്ന ബസ്സിൽ ചാടി കയറും. എന്നാൽ കാൽവഴുതി വീഴാൻ പോകുന്ന അഭിയെ ഒരു പെൺകുട്ടി രക്ഷിക്കുകയാണ്. അവളാണ് കഥാനായികയായ സ്ഫൂർത്തി. അഭിയുടെ അതേ കോളേജിൽ തന്നെയാണ് സ്ഫൂർത്തിയും പഠിക്കുന്നത്. അതോടെ അവളോട് അഭിക്ക് പ്രണയം തോന്നും. അന്നു മുതൽ സ്ഫൂർത്തിക്ക് പിന്നാലെ കൂടുകയാണ്. ഒരു ഘട്ടത്തിൽ സ്ഫൂർത്തിക്ക് അത് വല്ലാതെ ദേഷ്യം വരുവാനായും തുടങ്ങി. തന്റെ പിന്നാലെ കൂടിയ അഭിയെ അവൾ ഒരുപാട് വഴക്ക് പറയുമെങ്കിലും പിന്മാറുവാനായിട്ട് അഭി തയ്യാറായില്ല. ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കണമെന്ന വാശിയുള്ള അഭി സ്ഫൂർത്തി എവിടെ പോയാലും അവളുടെ പിന്നാലെ പോകും. അങ്ങനെയിരിക്കെ സെമസ്റ്റർ റിസൾട്ട് വന്നു. എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന സ്ഫൂർത്തിയാണെങ്കിൽ 3rd റാങ്കായി. ഒട്ടും പഠിക്കാത്ത അഭിയുടെ കൂട്ടുകാരനാണെങ്കിലും ഫസ്റ്റ് റാങ്കും നേടി. അഭി 2nd റാങ്കും. സത്യത്തിൽ ഈ അഭി മനഃപൂർവ്വം പേപ്പർ കൊടുത്ത് പഠിക്കാത്തവനെ ഫസ്റ്റ് റാങ്ക് വാങ്ങിപ്പിച്ചതാണ്. അതോടെ അഭിക്കൊപ്പം നടന്നാൽ കറങ്ങാനും പോകാം, നല്ല മാർക്കും കിട്ടുമെന്ന ചിന്തയായി സ്ഫൂർത്തിക്ക്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല കൂട്ടായി. 4 വർഷം കടന്നുപോയി. ഇനി ഇന്റേൺഷിപ്പിന് കമ്പനിയിലേക്ക് പോകണം. അതറിഞ്ഞ അഭിയുടെ അച്ഛൻ സിറ്റിയിൽ വീടും വാടകയ്ക്കെടുത്ത് എത്തിയിരിക്കുകയാണ്. അഭിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമായില്ല. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ കമ്പനിയിലേക്കാണ് എല്ലാവരും ഇന്റേൺഷിപ്പിനായി എത്തിയിരിക്കുന്നതും. ടീം ലീഡർ കമ്പനി MD കുറിച്ച് വാതോരാതെ പറയുന്നു. MD സ്ട്രിക്റ്റ് ആണ്. മാത്രമല്ല കൃത്യം 9 മണിയാകുമ്പോൾ മാഡം എത്തും. അത് പതിവാണെന്നും MDയെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നതും. അപ്പോഴേക്കും 9 മണിയായി. MD വരുവാനായിട്ട് എല്ലാവരും നോക്കിയിരിക്കവേ കതക് തുറന്ന് അകത്തേക്ക് വന്നത് അഭിയായിരുന്നു. ഇത്രയും നേരം ടീം ലീഡർ ബിൽഡപ്പ് കൊടുത്ത MD ആണ് വിജയ. 9 മണിക്ക് വിജയ എത്താത്തതിന് കാരണം അഭിയാണ്. അഭി ലിഫ്റ്റിൽ കയറിയപ്പോൾ വിജയ വരുന്നതിനാൽ ബോഡി ഗാർഡ് ആണെങ്കിലോ അഭിയെ ലിഫ്റ്റിൽ നിന്നും ഇറക്കി വിട്ടു. വിജയയ്ക്ക് താൻ കയറുന്ന ലിഫ്റ്റിൽ പുറത്തുനിന്ന് ആരും കയറാൻ പാടില്ല എന്ന നിർബന്ധമുണ്ട്. എന്നാൽ ഈഗോ ഹർട്ടായ അഭിയാണെങ്കിലോ സ്റ്റെപ്പ് വഴി കയറിയിട്ട് എല്ലാ ഫ്ലോറിലെയും ലിഫ്റ്റ് ഓപ്പൺ ആക്കും. 14 ഫ്ലോറിലും ലിഫ്റ്റ് നിന്നാണ് വന്നതും. അങ്ങനെ 9 മണിക്ക് എത്തേണ്ട വിജയ 9:01 എത്തിയതും.
അഭിയാണ് ഇതിന് പിന്നിലെന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവനോട് വിജയ്ക്ക് നല്ല ദേഷ്യമായി. അതേസമയം കമ്പനി സിഇഒ വീഡിയോ കോളിലെത്തി അഭിയെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കാരണം അഭി ചെയ്ത പ്രോജക്റ്റ് സിഇഒക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ സിഇഒ വിജയുടെ അച്ഛനാണ്. അഭിയോട് ആദ്യമേ തന്നെ ദേഷ്യമുണ്ടായിരുന്ന വിജയാണെങ്കിലോ അവനെ ഒരു ജോലിയുമില്ലാത്ത ഡിപ്പാർട്ട്മെന്റിൽ ഡ്യൂട്ടിക്കിടും. അവിടെ വയസ്സായ ആളുകൾ മാത്രമാണ് കൂടുതലും ജോലി ചെയ്യുന്നത്. വല്ലാതെ ബോറടിക്കുവാനായും തുടങ്ങി. അതുകൊണ്ട് തന്നെ അഭി വിജയോട് മാപ്പ് പറയുവാനായും തീരുമാനിച്ചു. പക്ഷേ വിജയാണെങ്കിലോ അവൻ പറയുന്നതൊന്നും കേൾക്കുവാനേ കൂട്ടാക്കുന്നില്ല. തന്ന ജോലി കൃത്യമായി ചെയ്യുവാനായി പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ ദേഷ്യം വന്ന അഭിയാണെങ്കിലോ ഫയലെല്ലാം ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഫയലിൽ പ്രശ്നമുള്ളതായി അവൻ കണ്ടെത്തും. അതേസമയം വിജയ് മീറ്റിംഗിലായിരുന്നു. സിഇഒ വിരമിക്കാനായി പോവുകയാണ്. അടുത്ത സിഇഒയെ തിരഞ്ഞെടുത്തത് മകളായ വിജയയാണ്. അത് മാനേജറായ കിരണിന് ഇഷ്ടമായില്ല. കിരണിന് ആ ഒരു പദവി കിട്ടുമെന്നാണ് കിരൺ കരുതിയത്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങിയ വിജയെ കാത്ത് അഭി ഉണ്ടായിരുന്നു. അഭി പറയുന്നത് കേൾക്കുവാൻ കൂട്ടാകാതെ പോയ വിജയോട് അഭി പറയും, വിജയനഗർ എന്ന ഗ്രാമത്തിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൊടുത്ത ഫണ്ട് അവിടെ മിസ്യൂസ് ചെയ്യുകയാണ്. NGOക്ക് കോൾ ചെയ്തിട്ടും റെസ്പോൺസ് ഒന്നും ഇല്ല എന്നും അഭി പറയും. കോർപ്പറേറ്റ് കമ്പനികൾ ചില ഗ്രാമങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കും. എന്നാൽ കൃത്യമായവർ ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോയി അന്വേഷിക്കാമെന്ന് അഭി പറയുമ്പോഴോ വിജയ്ക്ക് ദേഷ്യം വരും. അഭിയെ വിജയ് വഴക്ക് പറയുകയാണ് ചെയ്യുന്നതും. വെറുമൊരു ട്രെയിനിയായി നീ എന്നോട് വന്ന് സംസാരിക്കുന്നോ? നിനക്ക് ഹൈറാർക്കി ഒന്നും അറിയില്ല എന്ന് ചോദിച്ചാണ് അവൾ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നതും. അടുത്ത ദിവസം വിജയെ സിഇഒ ആക്കി പ്രഖ്യാപിക്കുന്ന ഫംഗ്ഷൻ നടക്കുകയാണ്. അച്ഛനായ ഗോപാലിന് വിജയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ പേടിയോടെയാണ് ആ സ്ഥാനം കൈമാറുന്നതും. വിജയ്ക്കാണെങ്കിലോ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. അതേസമയം ടീം ലീഡർ വിജയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായി തയ്യാറാക്കിയ ഒരു വീഡിയോ കാണിക്കും. ആദ്യമൊക്കെ മാസായിരുന്നു, എന്നാൽ പിന്നീട് ഹിറ്റ്ലറിനെ കാണിക്കുന്നു. അതോടെ ദേഷ്യം വന്ന് വിജയ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതും. ഗോപാലും മകളെ സമാധാനിപ്പിക്കുവാനായിട്ട് പിന്നാലെ പോവുകയാണ്. സത്യത്തിൽ ആ പണി ഒപ്പിച്ചത് അഭിയായിരുന്നു. അതേസമയം അത്യാവശ്യമായിട്ട് അഭിയെ കാണുവാനായിട്ട് അഭിയുടെ അച്ഛൻ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. സെക്യൂരിറ്റി തടഞ്ഞതിനാൽ പുറത്തു നിൽക്കുന്ന അച്ഛനെ കാറിൽ പോകുന്ന ഗോപാൽ കാണുന്നു. അതോടെ ഗോപാൽ ഞെട്ടിപ്പോവുകയാണ്. അഭിയുടെ അച്ഛനാണെന്നറിഞ്ഞ ഗോപാലാണെങ്കിലോ ആ പണി ഒപ്പിച്ചത് നീയാണല്ലേ എന്ന് പറഞ്ഞ് ഒരു കഥ പറയുവാനായി ആരംഭിച്ചു. വിജയനഗരം എന്ന ഗ്രാമത്തില് കോദണ്ഡപാണി, ശ്യാമള എന്നിങ്ങനെ ദമ്പതിമാരുണ്ടായിരുന്നു. അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. അവളുടെ പേരാണ് വിജയ എന്ന് പറയും. അത് കേട്ടതും അഭി ഞെട്ടിപ്പോകും. കാരണം ഈ ഗോദണ്ഡപാണിയും ശ്യാമളയും അഭിയുടെ അച്ഛനും അമ്മയുമാണ്. അതെ, നീ ഇപ്പോൾ അപമാനിച്ചു വിട്ടത് നിന്റെ ചേച്ചിയാണെന്ന് ഗോപാൽ പറയുമ്പോൾ അത് കേട്ട് അഭി കരയുകയാണ് ചെയ്യുന്നതും. പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഗോദണ്ഡപാണിയുടെ അമ്മ ആ ഗ്രാമത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അവരുടെ പേരാണ് വിജയ, അതായത് അഭിയുടെ മുത്തശ്ശി. അവർ മരിച്ചതോടുകൂടി ആ ഗ്രാമത്തിൽ നല്ലത് ചെയ്ത ആളായതിനാൽ ഗ്രാമത്തിന്റെ പേര് തന്നെ വിജയനഗരം എന്നാക്കി. അമ്മയുടെ മരണശേഷം ഗോദണ്ഡപാണിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. തന്റെ അമ്മയാണ് ജനിച്ചതെന്ന് കരുതി ആ കുഞ്ഞിന് വിജയ എന്നയാൾ പേരിട്ടു. ഗോദണ്ഡപാണിയും ഗോപാലും കുട്ടിക്കാലത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഗോപാൽ കല്യാണം, ജോലി അങ്ങനെയൊക്കെയായി വിദേശത്ത് സെറ്റിലാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ കൂട്ടുകാരനെയും മകളെയും കാണുവാനായും എത്തും. വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ഗോപാലിനും ഭാര്യയ്ക്കും വിജയെ വലിയ ഇഷ്ടമായിരുന്നു. അവളെപ്പോലൊരു മകൾ വേണമെന്നായിരുന്നു അവരുടെ ആഗ്രഹവും. ഒരിക്കൽ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന വിജയ കുഴഞ്ഞു വീഴും. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് അവൾക്ക് ശ്വാസകോശത്തിൽ പ്രശ്നമുണ്ടെന്നും എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്നും അതിന് 2 ലക്ഷം രൂപയാകുമെന്നും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഗോദണ്ഡപാണിയാണെങ്കിലോ തന്റെ വസ്തുവൊക്കെ വിറ്റ് 2 ലക്ഷം കെട്ടിവെച്ച് ഓപ്പറേഷൻ നടത്തി. അങ്ങനെ അവൾ വളർന്ന് കൗമാരപ്രായത്തിലെത്തി. വീണ്ടും വിജയ തളർന്നു വീഴുകയാണ്. ചെക്ക് ചെയ്തപ്പോഴോ വിജയയ്ക്ക് ക്രോണിക് ഡിസീസ് ആണ്. ജീവിതകാലം മുഴുവൻ മെഡിസിൻ കഴിക്കേണ്ടി വരുമെന്നും ഡോക്ടർ പറയുന്നു. കൂടാതെ സർജറി ചെയ്താലും 100% ഉറപ്പ് പറയാൻ പറ്റില്ലെന്നും ഡോക്ടർ പറയും. ആ വിവരമറിഞ്ഞ ഗോപാലും ഭാര്യയും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി ഓപ്പറേഷൻ നടത്തുവാനുള്ള കാശ് മുടച്ചു. ഗോപാലിന്റെ ഭാര്യ പറയുന്നത് ഇനി മുതൽ വിജയെ നമുക്ക് വളർത്തിയാലോ എന്നായിരുന്നു. എന്നാൽ അതെല്ലാം കേട്ട് ഗോപാൽ പറയുന്നത് ഈ അവസരത്തിൽ നമുക്കതൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നാണ്. അതെല്ലാം ഗോദണ്ഡപാണി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഗോദണ്ഡപാണി റിച്ച് ഒന്നുമല്ല, എന്നാൽ ഗോപാൽ അങ്ങനെയല്ല. അയാളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ മകൾ നന്നായി വളരണമെന്നും ചിന്തിച്ച ഗോദണ്ഡപാണി ഭാര്യയോട് ആ വിവരം പറയും. അവളെ ചികിത്സിക്കുവാനുള്ള കാശൊന്നും അവരുടെ കൈവശമില്ലായിരുന്നു. രണ്ടാളും മനസ്സ് കല്ലാക്കി വിജയെ വിട്ടുകൊടുക്കുവാനായും തീരുമാനിച്ചു. പക്ഷേ വിജയ പോകുമോ? ഇല്ല, അവൾ അവരെ വിട്ടുപോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയും. എന്നാൽ ഗോദണ്ഡപാണി മനഃപൂർവ്വം തന്നെ കുടിക്കുകയും വിജയെ ഒരുപാട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു.
അവളെ വലിച്ചിഴച്ച് ഗോപാലിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുവാനായി ഇറങ്ങുന്നതും. ഗോപാലിനോട് മനസ്സ് തകരുന്ന വേദനയിൽ വിജയെ നന്നായി നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഗോദണ്ഡപാണി ഇറങ്ങിപ്പോകുന്നതും. അന്നു മുതൽ വിജയ്ക്ക് അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം പോയി. അച്ഛനെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമേ അല്ല. വിജയെ ഗോപാൽ നന്നായി വളർത്തി. പക്ഷേ ഗോപാലിനെ അവൾ അച്ഛനായിട്ടൊന്നും കണ്ടിട്ടേയില്ല. അതിനുശേഷമാണ് ഗോദണ്ഡപാണിക്കും ശ്യാമളയ്ക്കും അഭി ജനിച്ചതും. അച്ഛന്റെ കഥകളെല്ലാം മറഞ്ഞ അഭിക്ക് അച്ഛനോട് ഒരുപാട് സ്നേഹം തോന്നും. സത്യമെല്ലാം അവൻ അറിഞ്ഞ കാര്യം അച്ഛനെ അറിയിക്കത്തേയില്ല. എന്നാൽ വിജയ്ക്ക് അതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ഇപ്പോഴും ദേഷ്യത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. അഭി ഗ്രാമത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടെത്തി പറഞ്ഞു കൊടുത്തിട്ടും പ്രതികരിക്കാത്തതിന് ഗോപാൽ വിജയെ ഒരുപാട് വഴക്ക് പറയും. അഭി അടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെയും കൂട്ടി വിജയ നഗരത്തിലേക്ക് പോയി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്നും ഗോപാൽ വിജയോട് പറയുന്നു. അങ്ങനെ വിജയും ടീമും വിജയ നഗരത്തിലേക്ക് എത്തുകയാണ്. അത് വിജയുടെ ഗ്രാമമായിരുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ അവൾക്ക് പഴയ ഓർമ്മകളൊക്കെ വന്നു പോകും. ആ ഗ്രാമത്തിലെ ഒരു പഴയ വീട് ഓഫീസായി സെറ്റ് ചെയ്യുന്നു. ആ പഴയ വീട് പണ്ട് വിജയും അച്ഛനും അമ്മയും താമസിച്ച വീടായിരുന്നു. അവിടെ എത്തുമ്പോഴും അവൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അഭി ഗ്രാമത്തിലുള്ളവർക്കൊക്കെ മൊബൈൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ ആ നാട്ടിലെ ഗ്രാമത്തലവൻ വിജയെ വന്നതറിയും. അവരുടെ ഓഫീസിലെത്തി വിജയെ ഗ്രാമം വിട്ടു പോകുവാനായിട്ട് വിരട്ടുകയാണ്. പക്ഷേ വിജയ ഗ്രാമത്തലവനെ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തതും. ഗ്രാമത്തലവന് ആ ഗ്രാമത്തിൽ വന്ന് വിജയെ നല്ലതൊന്നും ചെയ്യുന്നത് ഇഷ്ടമാകുന്നതേയില്ല. പുറത്തേക്ക് വന്ന ഗ്രാമത്തലവൻ ഗ്രാമവാസികളെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിജയ്ക്കെതിരാക്കി. ഗ്രാമവാസികളെല്ലാവരും കൂടി വിജയുടെ ഓഫീസ് അടിച്ചു തകർത്ത് നശിപ്പിച്ചു. പക്ഷേ വിട്ടുകൊടുക്കുവാനായിട്ട് അഭി തയ്യാറായില്ല. ഗ്രാമത്തിലുള്ളവരെ എല്ലാം പൊതുവായി വിളിച്ചു ചേർത്ത് ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ എല്ലാത്തിനെയും പറ്റി പഠിപ്പിച്ചു കൊടുക്കുകയാണ് അഭി. ഒപ്പം വിജയും ചേരുന്നുണ്ട്. ഗ്രാമത്തിലുള്ള കടയിലൊക്കെ QR കോഡും സെറ്റ് ചെയ്യും. അങ്ങനെ ഗ്രാമത്തിലുള്ളവർ ഇന്റർനെറ്റ് യൂസ് ചെയ്യുവാനും ടെക്നോളജി പരമായ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുവാനും ഉയർന്നു വരുവാനായും തുടങ്ങി. അതോടെ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയ ഗ്രാമവാസികൾ വിജയോട് മാപ്പ് പറയുകയാണ്. ഗ്രാമവാസികൾ തന്നെ ഓഫീസ് വീണ്ടും ശരിയാക്കി കൊടുക്കും. ഇക്കാര്യം ഗ്രാമത്തലവൻ അറിയുന്നു. ഗ്രാമത്തിലുള്ളവർ മുന്നേറുന്നത് ഗ്രാമത്തലവൻ ഇഷ്ടമായില്ല. രാത്രിക്ക് രാത്രി തന്നെ വിജയെ കൊല്ലുവാനായിട്ട് ആളിനെ അയക്കും. പക്ഷേ അഭിയുള്ളപ്പോൾ അവന്റെ ചേച്ചിയെ കൊല്ലുവാനായിട്ട് ഗുണ്ടകൾക്കാകുമോ? ഇല്ല, എല്ലാവരെയും അവൻ അടിച്ചോടിക്കും. എന്നിട്ട് തലവൻ അടുത്തെത്തിയിട്ട് ഇനി എന്തിനെങ്കിലും ഇറങ്ങിയാൽ നിന്നെ കൊന്നുകളയുമെന്ന് വിരട്ടിയിട്ടാണ് അഭി അവിടെ നിന്ന് പോകുന്നതും. അതോടുകൂടി തലവന് പേടിയായി. ഈ തലവനും വിജയുടെ ഓഫീസിലെ കിരണും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. കിരണിനെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഗ്രാമത്തലവൻ പറയുന്നു. അടുത്ത ദിവസം അഭിയുടെ കൂടെയുള്ള എല്ലാവരും തിരികെ പോവുകയാണ്, അഭി ഒഴിച്ച്. കാരണം അവർക്ക് കിരൺ മറ്റൊരു കമ്പനിയിൽ ജോലി ശരിയാക്കിയിരിക്കുകയാണ്. അതും നല്ല ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞതിനാൽ അഭി പറയുന്നത് പോലും കേൾക്കാതെ അവരവിടെ നിന്ന് പോകും. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് വിജയ. അന്നേ ദിവസം രാത്രി എന്ത് ചെയ്യുമെന്ന് അഭിയും വിജയും ആലോചിച്ചിരിക്കുന്ന സമയം. അതേ സമയമായിരുന്നു അഭിക്ക് അച്ഛന്റെ കോൾ വരുന്നതും. അഭി നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറയുന്നു. അച്ഛനാണെങ്കിലോ വിജയ്ക്ക് ഫോൺ കൊടുക്കുവാനായും പറയും. തന്റെ മകളോടാണ് അച്ഛൻ സംസാരിക്കാൻ പോകുന്നതെന്ന് അഭിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നിറ കണ്ണുകളോടെയാണ് അഭി ഫോൺ വിജയ്ക്ക് കൊടുക്കുന്നതും. വിജയെ അച്ഛൻ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തിനും കൂട്ടായി ഒരു സഹോദരനെ പോലെ എന്റെ മകൻ അഭി നിന്നോടൊപ്പം ഉണ്ടാകുമെന്നും അച്ഛൻ വിജയോട് പറയുന്നു. അത് കേട്ട് വിജയ്ക്കും സമാധാനമാകും. അടുത്ത ദിവസം വിജയ ഗ്രാമത്തിലെ ഒരു മുത്തശ്ശിക്കടുത്തേക്കാണ് എത്തുന്നതും. അവരുടെ കൊച്ചുമകളെ കാണുവാനാണ് വന്നത്. ആ പെൺകുട്ടി യൂണിവേഴ്സിറ്റി ടോപ്പറാണ്. എന്നിട്ടും ജോലിക്കൊന്നും പോകുന്നതേയില്ല. നല്ലൊരു ജോലി തന്നാൽ നീ ചെയ്യുമോ എന്ന് ചോദിച്ച് വിജയ അവൾക്ക് ഗ്രാമത്തിൽ തന്നെ ഒരു ജോലി റെഡിയാക്കും. അതും വിജയുടെ ഓഫീസില്. എന്നാൽ അവളെ കൂടാതെ ആ ഗ്രാമത്തിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ച് ജോലിയൊന്നും കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരെയും അവൾ കൂടെ കൂട്ടുകയാണ്. മുത്തശ്ശിയാണ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി എല്ലാവരെയും അറിയിച്ചതും. അങ്ങനെ വിജയ പകുതിയിൽ ഉപേക്ഷിച്ചു പോയ ആ ഒരു ജോലി ഈ കുട്ടികളെ ഉപയോഗിച്ച് വീണ്ടും ആരംഭിക്കുകയാണ്. അങ്ങനെ ഗ്രാമവാസികൾക്ക് ഫോൺ, ലാപ്ടോപ്പ് എല്ലാം ഉപയോഗിക്കുവാനായും പഠിപ്പിച്ചു കൊടുത്തു. കൃഷിയിൽ ഡ്രോണൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കും. അങ്ങനെ ഗ്രാമത്തിലെ കമ്പനി അവർ ഡെവലപ്പ് ആക്കിയെടുക്കുന്നു. അത് സക്സസ് ആകും. അതിന്റെ ഉദ്ഘാടനമാണ് ഇനി നടക്കുവാനായും പോകുന്നത്. അതുകൊണ്ട് തന്നെ വിജയ അഭിക്ക് ഒരുപാട് നന്ദി പറയുന്നു. അഭിക്കും ഒരുപാട് സന്തോഷമാകും. എന്നാൽ അഭിക്ക് അച്ഛനോടൊപ്പമുള്ള ജോലിക്കാരനിൽ നിന്നും കോൾ വരികയാണ്. അച്ഛനെ ഹോസ്പിറ്റലിലാക്കി. എന്താണെന്നറിയില്ല, ഒരുപാട് ടെസ്റ്റൊക്കെ എടുക്കുകയാണ്. ഞാൻ ഡോക്ടറിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ ഡോക്ടറിന് കൊടുക്കുന്നു. ഡോക്ടർ പറയുന്നത് 6 മാസമായി അച്ഛന് അൽഷൈമർ രോഗമാണ്. അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കൂടുതലാ. പതിയെ പതിയെ അച്ഛനെ തന്നെ മറന്നു പോകുമെന്ന കാര്യം ഡോക്ടർ പറയുന്നു.
അത് കേട്ട് അഭിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന ടെൻഷനായിരുന്നു അഭിക്ക്. അഭിയുടെ പുതിയ ഓഫീസ് ഓപ്പൺ ആക്കിയ കാര്യം അച്ഛൻ ന്യൂസ് വഴി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിയെ കാണുവാനായും പുറപ്പെടുകയാണ്. അത് മനസ്സിലാക്കിയ അഭി അച്ഛനെ കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ആയതുകൊണ്ട് തന്നെ വിജയും ഗോപാലും കൂടി അമ്പലത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അവിടെ വെച്ച് വിജയാണെങ്കിലോ പൂജാരിയോട് ഗോദണ്ഡപാണി, ശ്യാമള എന്ന പേരുകൾ പറയുന്നത് കേട്ട് ഗോപാൽ ഞെട്ടിപ്പോവുകയാണ്. ഗോപാലിനും സന്തോഷമാകും. കാരണം അവൾ അവളുടെ അച്ഛനെയും അമ്മയും ഓർക്കുന്നുണ്ടല്ലോ. അവളുടെ മനസ്സിലെ ദേഷ്യവും കുറച്ച് മാറിയിട്ടുണ്ട്. അഭിയെ കാണുവാനായി എത്തിയ അച്ഛനെ അവിടെ എത്തി തലവന്റെ ആളുകളാണെങ്കിലോ അഭിയെ ആക്രമിക്കുവാനായി ശ്രമിക്കുന്ന സമയത്ത് അച്ഛന്റെ തലയിൽ അടികൊള്ളുന്നു. ഒരു വലിയ പോരാട്ടത്തിനൊടുവിൽ അഭിയാണെങ്കിൽ അച്ഛനെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കും. എന്നാൽ അവിടേക്ക് വിജയും ഗോപാലും കൂടി വരികയാണ്. അമ്പലത്തിൽ നിന്ന് വരുന്ന സമയം തന്നെ അച്ഛനും വിജയും പതിവായിട്ടിരിക്കുന്ന ഒരു സ്ഥലം വിജയെ കാണുന്നു. അവിടെ വെച്ച് അച്ഛൻ അവൾക്ക് വേണ്ടി എഴുതി വെച്ചിരുന്ന ഒരു ലെറ്റർ അവൾക്ക് കിട്ടും. അതിൽ അച്ഛന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് വിജയ ഇപ്പോൾ അച്ഛനെ കാണുവാനായിട്ടും എത്തിയിരിക്കുന്നത്. ഗോദണ്ഡപാണിയെ കണ്ട വിജയ അച്ഛ എന്ന് വിളിച്ച് ഓടി ചെല്ലുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛനും മകളും കാണുന്നത്. ഗോദണ്ഡപാണി തന്റെ മകളെ കെട്ടിപ്പിടിക്കുകയാണ്. വിജയും അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. എന്നിട്ട് അഭിയ ഗോദണ്ഡപാണി അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്. തന്റെ ചേച്ചിക്ക് തന്നെ പരിചയപ്പെടുത്തുവാനാണ് പോകുന്നതെന്നാണ് അഭി കരുതിയത്. പക്ഷെ അവന് തെറ്റി. ദേ, ഈ പയ്യനാണ് രക്ഷിച്ചത് എന്ന് വിജയോട് ഗോദണ്ഡപാണി പറയുന്നു. വിജയ ആണെങ്കിലോ അഭിക്ക് നന്ദിയും പറയും. ഗോദണ്ഡപാണിക്ക് തലക്കടിയേറ്റ് പൂർണ്ണമായും അഭിയെ മറന്നിരിക്കുന്നു. ആകെ വിജയെ മാത്രമേ ഓർമ്മയുള്ളൂ. അത് മനസ്സിലാക്കിയ അഭി മനസ്സ് തകർന്ന വേദനയിൽ ഇറങ്ങിപ്പോവുകയാണ്. അച്ഛനും ചേച്ചിയും ഒന്നിച്ചെന്ന് സന്തോഷിക്കണോ അതോ അച്ഛൻ തന്നെ മറന്നതോർത്ത് സങ്കടപ്പെടണോ എന്നറിയാതെയാണ് അഭി കരഞ്ഞുകൊണ്ടു പോകുന്നതും. അപ്പോഴേക്കും അഭിക്ക് അടുത്തേക്ക് കിരൺ വന്നിരുന്നു. ഞാൻ വിചാരിച്ചത് വേറെയാ, പക്ഷേ നടന്നത് വേറെയും. എന്നോട് നീ ക്ഷമിക്കടാ എന്ന് അഭിയോട് കിരൺ പറഞ്ഞു. തന്റെ തെറ്റി മനസ്സിലാക്കി കിരൺ അഭിയോട് മാപ്പ് പറയും. മനസ്സ് തകർന്നിരുന്ന അഭിയെ കിരൺ സമാധാനിപ്പിക്കുമെങ്കിലും കിരൺ പറയുന്നതൊന്നും കേൾക്കാതെ തന്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്ന് പോകും. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഗോദണ്ഡപാണി വിജയയ്ക്കൊപ്പം വിജയനഗറിലേക്ക് താമസവും മാറി. അഭി അവിടേക്ക് എത്തുന്നുണ്ട്. ആ വീട്ടിൽ ഒരു ഫോട്ടോയുണ്ടായിരുന്നു. അത് പണ്ട് ഗോദണ്ഡപാണി അഭിയെ പെൺവേഷം കെട്ടിച്ചെടുത്ത ഫോട്ടോയായിരുന്നു അത്. അതറിയാവുന്ന അഭി ഫോട്ടോയിൽ നോക്കിയിട്ട് ഇതാരെന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ ഇതെന്റെ മകൾ വിജയാണെന്ന് ഗോദണ്ഡപാണി പറയും. അത് കേട്ടതും മനസ്സ് തകർന്ന വേദനയിലും ചിരിച്ചുകൊണ്ടാണ് അഭി അവിടെ നിന്ന് പോകുന്നതും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.